കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഡീക്കൻ ജോസഫ് തേർമഠം അഭിഷിക്തനാകുന്നതിലൂടെ ഭാരത സഭാ ചരിത്രത്തിലെ പൗരോഹിത്യത്തിന് മറ്റൊരു മുഖം കൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. തലക്കോട്ടുകര തേർമഠം തോമസ് റോസി ദമ്പതികളുടെ 2 മക്കളിൽ ഇളയവനായി 1986 ഒക്ടോബർ 26 ഡീക്കൻ ജോസഫ് ജനിച്ചു. പ്രാർത്ഥനയുടെയും ദൈവാനുഭവത്തിൻ്റെയും കുടുംബാന്തരീക്ഷത്തിൽ വളർന്ന ഡീക്കൻ ജോസഫ് ഒരുപാട് വെല്ലുവിളികളെ തരണം ചെയ്ത് പൗരോഹിത്യ സ്വപ്നത്തിന് പ്രേരക ശക്തിയായി തീർന്നു. തൻ്റെ പരിശീലന വഴിത്താരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഡൊമിനിക്കൻ മിഷണറി ഫോർ ദി ഡെഫ് അപ്പോസ്റ്റോലേറ്റിലും തുടർന്ന് അക്വിനാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയിലും നിന്ന് മാസ്റ്റർ ഓഫ് ഡിഗ്നിറ്റിയിൽ ബിരുദം നേടുകയും പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി ഹോളി ക്രോസ് സന്യാസ സഭയിൽ അംഗമാവുകയും ചെയ്തു. ഡീക്കൻ ജോസഫ് ബധിരമൂക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും അവരെ നയിക്കുന്നതിനും തൻ്റെ പ്രായോഗിക പരിശീലനം പ്രയോജനപ്പെടുത്തി. ഇത്തരത്തിൽ പരിമിതികളുള്ള വിഭാഗത്തിലെ വിവിധ കത്തോലിക്ക സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു. വർഷങ്ങളായി കേൾവി സംസാര പരിമിതികളുള്ളവരെ ശുശ്രൂഷിക്കുകയും അവരെ നയിക്കുകയും ഡീക്കൻ ജോസഫിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പൗരോഹിത്യത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുകയായിരുന്നു